സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവന്മാരാരെന്ന് ചോദിച്ചാൽ അതിൽ കണ്ണു അടച്ച് പറയാൻ മാധ്യമങ്ങളാണ്. ഇവന്മാർക്ക് ചില പ്രത്യേക രാഷ്ട്രീയമുണ്ട്. മാതൃഭൂമി, ഏഷ്യാനെറ്റ്, 24, റിപ്പോർട്ടർ, ഇങ്ങനെ കുറേ ചാനലുകൾ. ഇവരുടെയൊക്കെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും എല്ലാവർക്കും ഓരോ രാഷ്ട്രീയമുണ്ടാവും. മാധ്യമ പ്രവർത്തകൻ നിഷ്പക്ഷനായിരിക്കണം. നമ്മളെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ നിഷ്പക്ഷനാണോ? അല്ല. കേരളത്തിൽ 20 എംപിമാരുണ്ടായിട്ടും ആകപ്പാടെ ഒരു എംപിയെ എല്ലാവർക്കും അറിയുള്ളൂ, അത് സുരേഷ് ഗോപിയാണ്. ഈ 19 വാഴകളടുത്ത് എപ്പോഴെങ്കിലും യുവമാര് മയക്കും കൊണ്ട് പോയിട്ട് നിങ്ങളുടെ മണ്ഡലങ്ങളിൽ എന്തെല്ലാം കൊണ്ടുവരാൻ കഴിയും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. നിങ്ങളുടെ MP ഫണ്ട് എത്ര രൂപ ചെലവഴിച്ചു, നിങ്ങളുടെ MP ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ എന്തെല്ലാം ചെയ്തു, നിങ്ങൾക്ക് എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ട്, അതിൽ നിന്നും എത്ര രൂപ എടുത്ത് എത്ര പാവങ്ങളെ സഹായിച്ചു. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരൊക്കെ നമുക്ക് കുറച്ച് കാശ് കൊടുത്ത് സഹായിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. അല്ലാതുള്ള ആൾക്കാർക്ക് തൊഴിൽ കൊടുത്ത് സഹായിക്കാം, തൊഴിൽ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്ത് സഹായിക്കാം. ഇത് ഒരു മനുഷ്യൻ കലിങ്കിലോ അല്ലെങ്കിൽ ആൽമരച്ചോട്ടിലോ എവിടെയെങ്കിലും പോയൊരു 4 പേരോട് എന്തെങ്കിലും സംസാരിച്ചാൽ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന നാക്കുപിഴയോ അതിൻ്റെ ഇടയിൽ പറയുന്നതിൽ എങ്ങനെയെങ്കിലും വളച്ചൊടച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഈയിടെ നാറുകൾ എന്നേക്ക് നാണമില്ലേ? ചോദിക്കുകയാണ് മാധ്യമങ്ങളെ, നിങ്ങളുടെ ഒരു അവസ്ഥ എന്താ അറിയോ? ഞാൻ ഇതിനു മുമ്പ് വീഡിയോകൾ ചെയ്ത പോലെ തന്നെ അധപ്പതനത്തിന്റെയും നാശത്തിന്റെയൊക്കെ അങ്ങേ അറ്റമാണ്. തറയിൽ കാറി തുപ്പുന്ന റേഞ്ചിലാണ് നിലവിൽ നിങ്ങളുടെ എല്ലാം മാധ്യമ പ്രവർത്തനം നിലനിൽക്കുന്നത്. അത് നിങ്ങളെ മീറ്റ് ദ എഡിറ്റേഴ്സിലും പിന്നെ എഡിറ്റേഴ്സ് ചോയ്സ്, വേറൊന്നുണ്ടല്ലോ അടുപ്പൂട്ടി ചാനലിൽ ഓർമ്മയുണ്ടല്ലോ ഫോക്കസ്, പിന്നെ നിങ്ങളുടെ ഈ അന്തിച്ചർച്ചകൾ. നിങ്ങളൊക്കെ ആ AC മുറിക്കുള്ളിൽ സേഫാണ്, അത്രേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ചാനലുകളിൽ നിന്നും വമിക്കുന്ന വിഷം ഈ സമൂഹത്തെ വളരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഹാപ്പിയാണെന്നറിയാം, നിങ്ങൾക്ക് TRP റേറ്റിംഗ് വാഴയ്ക്കാൻ ചെയ്യുമ്പോൾ ഒക്കെ കിട്ടിയാൽ മതിയല്ലോ. പക്ഷേ ഇത്രയും വെറുക്കപ്പെട്ട നിലയിലേക്ക്, അധപ്പതനത്തിന്റെ അങ്ങേയറ്റത്തിലേക്ക് മാറിപ്പോയി. സുരേഷ് ഗോപി എന്തെല്ലാമാണ് നിങ്ങൾ പറയുന്നത്? പുള്ളി ഒരെണ്ണം തിരിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ പതറിപ്പോയി. പുള്ളി തിരിച്ചു ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങോട്ട് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ഞാൻ തിരിച്ചു ചോദിക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. വല്ല കാര്യമുണ്ടോ കേൾക്കാൻ? പിന്നെ ഇപ്പൊ അദ്ദേഹത്തോട് ഞാൻ പ്രജകളോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ചത്തുപോയവന്മാര് വരെ ഈ ഇലക്ഷന് വന്ന് വോട്ട് ചെയ്തു, എന്നിട്ട് ഞാൻ എങ്ങനെയോ ജയിച്ചു, ഞാൻ എയിംസ് കൊണ്ടുവരും, അദ്ദേഹം പലതും പറയണം. തൃശ്ശൂർ കൊണ്ടുവരാൻ എങ്ങനെയെങ്കിലും പറ്റുമോ നോക്കട്ടെ, ആലപ്പുഴ കൊണ്ടുവരും, ഇല്ലെങ്കിൽ ചിലപ്പോൾ തമിഴന്മാർ കൊണ്ടുപോകും, അങ്ങോട്ട് നമ്മൾ അനുവദിക്കില്ല, നമുക്ക് തന്നെ വേണം. ഇദ്ദേഹത്തിന് അങ്ങനെ പല പല ഐഡിയകളും നാട്ടിൽ നല്ലത് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നിങ്ങൾ ആ ബാക്കി 19 എണ്ണത്തിനടുത്ത് ഇനി അങ്ങനെ കുറച്ച് പേര് ഉണ്ടേ, അവരൊക്കെ തൊണ്ടയിൽ വല കെട്ടിക്കാണും. നിങ്ങൾ എന്തെങ്കിലും പോയി ചോദിക്കുക. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും ഒരു ജനറൽ നോളജ് കിട്ടട്ടെ. 19 MP കേരളത്തിൽ വേറെ ഉണ്ടെന്ന്. അതൊക്കെ ആരാണെന്നെങ്കിലും ഒറ്റ സ്ട്രെച്ചിൽ പറയാൻ പറഞ്ഞാൽ ആദ്യം സുരേഷ് ഗോപി പറയും, പിന്നെ ആലോചിക്കും. പെട്ടെന്ന് പറഞ്ഞ് ആലോചിക്കും. ആ അവസ്ഥയിലാണ് നിങ്ങളെ പട്ടി വിലയാണ് കേട്ടോ ചാനലുകളെ. നിങ്ങൾ ഇതിൽ കിടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അങ്ങേരൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.